ഈ കാട്ടിനുള്ളിൽ ആൾക്കാർ താമസമുണ്ടോ ഗോവിന്ദ? ഈ മലയ്ക്ക് അപ്പുറത്താ സാറേ ശാന്തിമയി ദേവിയുടെ ആശ്രമം. കാട്ടിനുള്ളിൽ ആശ്രമോ? എന്റെ പൊന്നു സാറേ, അമേരിക്കന്ന് US എന്നൊക്കെയല്ലേ ആൾക്കാർ വരുന്നേ. മന്ത്രിമാരും MLA-മാരൊക്കെ ക്യൂവാ. അത്രയ്ക്ക് ദിവ്യാണോ? കളിയാക്കല്ലേ സാറേ, വലിയ വലിയ ഡോക്ടർമാർ വരെ വിചാരിച്ചിട്ട് മാറാത്ത പല രോഗങ്ങളും വെറും ഒരു ഒറ്റമൂലി കൊണ്ടാ അവര് മാറ്റുന്നത്. എയ്ഡ്സ് വരെ. അപ്പോ അവർക്ക് ചികിത്സയും വശമുണ്ടോ? ഉണ്ടോന്ന് ദാ ഇവിടുന്ന് ഒരു 200 വാര അകലമേ ഉള്ളൂ. എനിക്കെന്നാൽ അവരെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ദേ കേട്ടോ സാറേ, ഈ കുന്ന് ഏറിയിട്ട് ഒരു 50 വാര കൂടി കഴിഞ്ഞാൽ ആശ്രമമായി. ഗോവിന്ദൻ കൂടെ വരണമെന്നില്ല, ഞാൻ പൊക്കോളാം. ഓ ശരി. സൂക്ഷിച്ചു പോണേ, വല്ല പാമ്പും പഴുതാരൊക്കെ കാണും. അയ്യോ. അംബേ ശാന്തിമയി ദേവി ശാന്തിമയി അംബേ ശാന്തിമയി ദേവി സയന്റിസ്റ്റ് ജയപ്രകാശ് അല്ലേ? അതെ. ഐബിൽ താമസമുണ്ടെന്ന് അറിഞ്ഞു. ദേവിയെ കാണാൻ വന്നതായിരിക്കും. അതെ. അയ്യോ, ഇന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഡിസ്ട്രിക്ട് ജഡ്ജിയും മിനിസ്റ്ററും ഇപ്പോഴാ പോയത്. DIG ആണെങ്കിൽ കാലത്ത് മുതൽ കാത്തിരിക്കുക. മറ്റു ദിവസം വരികയായിരിക്കും ഭംഗി. ശരി. അയാൾ ആരാ? ആശ്രമ കമ്മിറ്റി കൺവീനറാ, വലിയ അബ്കാരി മുതലാളിയാ, ഭാസ്കരൻ. அம்மா, அந்த மலைக்கு அப்புறம் தான் நான் சொன்ன ஆசிரமம். அந்த சுவாமினிய பாக்குறதுக்கு எவ்வளவு அழகா இருக்கு தெரியுமா? அவங்கள பாக்குறதுக்கு நீங்க வரீங்களா? நமக்கு போகாண்டி. ஜெயாட்ன ஆசிரமம் பூஜைன்னு இஷ்டம் இல்ல. முழந்தேனா? ஆமா, முழந்தே நல்லா இருக்கும். உங்களுக்கு வேணுமா? നമുക്ക് കുറച്ച് മേടിക്കാം. ജോൺസൺ, കുറച്ച് തേൻ മേടിച്ചു വെക്കും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. എന്തോ ആളാ നിന്റെ പേര്? കുപ്പിച്ചാമി. ഒന്നുകൂടെ പറഞ്ഞേ. കുപ്പിച്ചാമി. നിന്റെ ഒരു കൊന്നുകളഞ്ഞ്. ക്ഷമിക്കണം മാഡം, അവൻ എന്നെ കളിയാക്കുന്ന കണ്ടില്ലേ? എനിക്ക് വിക്കൊണ്ടെന്ന്. പാവം പയ്യൻ, ഇവൻ പേച്ച് എപ്പിടിത്താണ്. കഷ്ടമായി പോയി. തന്നെ പോലെ വിക്കനായതുകൊണ്ടാണ് അവനെ അടിച്ചത്. മാലതിയുടെ വിശ്വസ്തത പുലർത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് അവരോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഈ വൈകല്യം എനിക്ക് അജ്ഞാതമായിരുന്നു. ഭൗതികവാദികളായ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ല. എങ്കിലും ഒന്ന് പരീക്ഷിക്കൂ. വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും അജ്ഞാതമായ പല ഔഷധ ചെടികളും ഈ കാട്ടിലുണ്ട്. അത് തേടിയാണല്ലോ നിങ്ങൾ എത്തിയതും. അത്തരം വിശേഷ ഗുണങ്ങളുള്ള ഒറ്റമൂലികളുടെ മിശ്രിതമാണത്. നിങ്ങളിത് ഉപയോഗിക്കൂ. അസുഖം തീർച്ചയായും മാറും. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരണം. ഞാൻ 5 ദിവസം കൂടിയേ ഇവിടെയുള്ളൂ. അത് പറ്റില്ല. 7ാം ദിവസം ഇവിടുത്തെ ഉത്സവമാണ്. അന്ന് പുലർച്ചെ 4 മണിക്ക് ദർശനം ലഭിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉറപ്പാണ്. ആ, ഒരു കാര്യം കൂടി. ഇതെന്തിനു വേണ്ടിയുള്ള ഔഷധമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യ ഇത് അറിയരുത്. അത് ഉപകാരത്തെക്കാൾ ഉപദ്രവമേ ചെയ്യുള്ളൂ. ശരി ദേവി. ആദിദേവ നമസ്തുഭ്യം, പ്രസീദ മമ ഭാസ്കര നമസ്തുഭ്യം, പ്രഭാകര നമസ്തുതേ. അത് കണ്ടോന്നല്ല, അത് ഞങ്ങൾ കണ്ടില്ല. അതവിടെ കിടന്നോട്ടെ, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ഈ നട്ടുച്ചയ്ക്കാണോ സ്വാമി സൂര്യ നമസ്കാരം ചെയ്യുന്നത്? സൂര്യൻ ഉദിക്കാതെ സൂര്യ നമസ്കാരം ചെയ്യുന്ന എങ്ങനെ? ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്, ഇതുവരെ മിസ്റ്റായിരുന്നു. സ്വാമിക്ക് മിസ്റ്റോ എപ്പോ തുടങ്ങി? മലയാളത്തിൽ പറയേണ്ട സ്വാമി. ഇതേ ഒരു ഗുഡ്മാൻ വന്നിരിക്കുന്നു. ഇത് പോക്കാ കേട്ടോ. ജോൺസൺ വന്നേ. ഇതാ സൂയിസൈഡിങ് പോയിന്റ്. ഇങ്ങോട്ട് മാറി, പണ്ടാരങ്ങാൻ ചാവാൻ പോകുന്നു ശവം. എന്തോന്നത്? ഇവിടെ എന്റെ മോഹങ്ങൾ പൂവണിയാതെ മരിച്ചവരുടെ പ്രേതങ്ങൾ ഇങ്ങനെ അലയുകയാണ് ദൈവമേ. അതിലൊന്നായിരിക്കും താൻ. അതെ സ്വാമിയേ, പണ്ടെനിക്ക് കൊയിലോണിൽ അലക്കായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ആങ്ങളെ മാത്രമേ ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല, പെങ്ങളും ഇന്ത്യൻ ആയിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സാഹിബിന്റെ കൂടെ. ഒരു ദിവസം രാവിലെ ഞാനും സാഹിബും കൂടി ഈവനിങ് വാക്കിന് ഇറങ്ങി. രാവിലെ ഈവനിങ് വാക്ക്
എടോ അന്നത്തെ തായമാര് രാവിലെ ആടോ ഈവനിങ് വാക്ക് നടത്തിയിരുന്നത്. കാരണം എന്താണെന്നറിയാവോ? അവിടുത്തെ രാത്രി ഇവിടുത്തെ പകലാ. അത് പറ. ഗോവിന്ദാ, എന്താ? അപ്പഴേ അവർ ഈ രാത്രിയിലെ കാര്യങ്ങളെല്ലാം പകലാണോ ചെയ്യുന്നത്? അയ്യാ, അങ്ങനെ നടന്ന് കോവളത്തെത്തി ബീച്ചിലിറങ്ങി ഒന്ന് കുളിച്ചു. കോവളം ബീച്ച്. കോവളം ബീച്ച് തിരുവനന്തപുരത്തല്ലേ? അന്ന് കോവളം ബീച്ച് കൊല്ലത്താ. അന്ന് വെല്ലസ്ലി എന്ന പേരിൽ വിലസിയിരുന്ന ഒരു മദാമയാ അത് തിരുവനന്തപുരത്തോട്ട് സ്മാഷ് ചെയ്തത്. ഓ കഴുത. ആര്? അല്ല, കേട്ടു നിന്ന ഞാൻ കഴുത. അത് ശരി. എന്റെ അജ്ഞാന കോശത്തെ കുറിച്ച് ഓർത്ത് ആ. ഇങ്ങോട്ട് പോരട്ടെ. പറ. പറഞ്ഞു പോയതല്ലേ? ഓ എന്റെ ദൈവമേ. അന്ന് എന്നെ കണ്ട 10 ആള് കൂടുമായിരുന്നു. അല്ലാതായിരിക്കും. അല്ലല്ല, എന്റെ ക്ലാമോർ കണ്ടിട്ടാ. കുളി കഴിഞ്ഞ് നടന്നു വന്ന എന്റെ പിന്നാലെ ഊരിപ്പിടിച്ച വസ്ത്രവുമായിട്ട് ഒരു മതാമത ഇങ്ങനെ നടന്ന് വരിക. അല്ലല്ല, തുണി അലക്കാൻ. അല്ലല്ല, കുളി കഴിഞ്ഞ് ഞാനിട്ട ചെട്ടി ആ മദാമയുടേതായിരുന്നു. നിർത്തി. താൻ ഇതുപോലെ കല്ല് വെച്ച് ഉണ പറഞ്ഞാലുണ്ടല്ലോ, ഈ കല്ലെടുത്ത് എന്റെ തലക്കിട്ട് ഞാനും തരും. ഓ പിന്നെ നോണയൻ. നുണയൻ അവന്റെ തന്തയാ. എന്റെ കഴിവുകേട് ഈ കൊച്ചുപയ്യൻ മുതലെടുക്കും. എനിക്കെന്റെ മാലതിയെ നഷ്ടമാണ്. ഇപ്പൊ എത്ര സുന്ദരിയായിരിക്കുന്നു. ഞാനൊന്നും ഉമ്മ വെച്ചോട്ടെ.
ഉണ്ടാവില്ല മാലിന്റെ മാതിരി വെറുതെ വെള്ളം അടിച്ചിട്ട് ആരാ പോയത്? എന്തോ ആശാനെ ചുമ്മാ. നീ വിചാരിച്ചാൽ നിഷ്പ്രയാസം നടക്കും. കൊല്ലണ്ട, തല്ലി ചതച്ചാൽ മതി. നിനക്ക് എത്ര രൂപ വേണം? അത് വന്ന് ഒരു 25 രൂപ പോകുന്നുണ്ട്. ഇതാ, ഇത് 100 രൂപയുണ്ട്. ഇനി മേലിൽ അവനെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ഓ, പോയിട്ട് വാ. இனிமே நீ இந்த ஊர்ல இருக்க கூடாது. ഇപ്പൊ എങ്ങനെയുണ്ട് വിഷ്ണു? അല്പം ആശ്വാസമുണ്ട്. നീ എന്ത് തെറ്റാ കറുപ്പയിനോട് ചെയ്തത്? എനിക്കറിയില്ല. ഈ പ്രദേശത്ത് കണ്ടുവരുന്നു പറഞ്ഞാ തല്ലിയത്. ഈ പ്രദേശം അവന് സ്ത്രീധനം കിട്ടിയതാണോ? ഞങ്ങൾ ഇവിടുന്ന് പോവാ ആന്റി. എങ്ങോട്ട് പോവാൻ? എവിടെയെങ്കിലും. ഇവിടെ നിന്ന എന്റെ വിഷ്ണുവിനെ അവൻ കൊല്ലു. ഏതായാലും 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ ആന്റി നിങ്ങളെ കൊണ്ടുപോവാം. ഞാൻ ജയേട്ടനോടൊന്ന് ചോദിക്കട്ടെ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. വിഷ്ണുവിന്റെ തലൻ അവനെന്താ അധികാരം? എന്തെങ്കിലും കാര്യം കാണും. ഏതായാലും നമ്മൾ പോകുമ്പോ അവരെ കൂടെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു. മാലതേ, പലപ്പോഴായി ഞാനത് ആവർത്തിക്കുന്നു. ക്ഷമിക്കാവുന്നതിലധികം ഞാൻ ക്ഷമിച്ചു. അവരോട് എന്താ ജയേട്ടന് ഇത്ര വൈരാഗ്യം? നിനക്കെന്താ അവനോട് ഇത്ര മമത? അത് ജയേട്ടന് മനസ്സിലാവില്ല. എന്നെ പോലെ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവും. മനസ്സിലായിട്ടും അത് നടിക്കാത്തത് കൊണ്ട് നീ എന്നെ വിഡ്ഢിയാക്കരുത്. ജയേട്ടൻ എന്ത് മനസ്സിലാക്കിന്നാ? കെട്ടിക്കിടന്ന വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. ജയേട്ടാ, സ്വന്തം കുഞ്ഞുങ്ങളുമായി ഇണചേരുന്ന മൃഗങ്ങൾക്ക് നിന്നേക്കാൾ വിവേകം ഉണ്ടടി. നീ വേശിയാണ്, തെരുവ് വേശ്യ. ജയേട്ടാ, യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ജയേട്ടാ. യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. അതേ ഡയാന എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോ? നിങ്ങളാരാ? ഞാൻ അവളുടെ ചുറ്റമ്മയാ. ആ കുട്ടി പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെയോ? ഇനിയിപ്പോ എവിടെ തിരക്കാനാ? വേറെങ്ങും തിരക്കണ്ട, ഈ കാട്ടിൽ തന്നെ കാണും. ഒരു ചെറുക്കനും കൂടെ ഉണ്ട്. രണ്ടും കൂടെ മധുവിധു ആഘോഷിക്കുക ഈ കാട്ടില്. നാസ്റ്റി ഫെലോ. ഡാഡി ഇല്ലാത്ത കുട്ടിയല്ലോന്ന് കരുതി കൂടുതൽ ലാളിച്ചു പോയി സാർ. ഇനിയും സമയമുണ്ട് നന്നാക്കാൻ. പിടിച്ചോണ്ട് പോകാൻ നോക്ക്.
രണ്ട് കുട്ടികൾ ഇതിലേ പോയോ? ഓ, എങ്ങോട്ടാ പോയത്? இந்த வழி நேரா போங்க, அங்கே இருக்கும். കറുപ്പയ്യ, 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 ആ കുട്ടികളെ രക്ഷിക്കേ, അല്ലെങ്കിൽ ആ കുട്ടികളെ അവർ കൊല്ലും. അതിനു മുമ്പ് അവരെ രക്ഷിക്കേ. என்னம்மா இதெல்லாம்? அவங்கள இங்கிருந்து விரட்டுறதுக்காகத்தான் நான் அவனை அடிச்சேன். அதுக்காக உன் கணவன் எனக்கு 100 ரூபாயும் கொடுத்தாச்சு. இப்ப என் தலைவிதி பாருங்க, கணவன் இங்கிருந்து விரட்ட சொல்றாங்க, ஆனா நீங்க இங்க இருக்க சொல்றீங்க. இது எப்படிமா நடக்கும்? കറുപ്പയ്യ വിചാരിച്ചാലേ അത് നടക്കൂ. വേഗം കറുപ്പയ്യ, വേഗം. കറുപ്പയ്യന്റെ കാല് ഞാൻ പിടിക്കാം. என் கால் பிடிக்க நான் என்ன கடவுளா? അതെ കറുപ്പയ്യ, ദൈവത്തെ ഓർത്തെങ്കിലും ആ പാവം കുട്ടികളെ രക്ഷിക്കൂ. அவங்கள விட்டுற. അത് പറയാൻ നീ ആരാടാ? உன் அப்பன். மரியாதை அவங்கள விட்டுற. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? കുന്നും ചരിവിൽ നിന്ന് കിട്ടിയതാ. അവിടുന്ന് അവന്മാർ ആ പിള്ളേരെയും പിടിച്ചോണ്ട് പോയത്. ഇനി ഇവിടെ എന്താ ഒരു രസം? അവര് നാട്ടിൽ ചെന്നിട്ട് പോലീസിനെ മറ്റോ കൊണ്ടുവരും ആന്റി. അവർ നാട്ടിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. ആർക്കെങ്കിലും ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. ആന്റി ഉള്ളിടത്തോളം നിങ്ങളൊന്നും പേടിക്കണ്ട. വരും. ആരെന്തൊരു അബദ്ധമായി പറയുന്നത്. ശരിയായിരിക്കാം ഗോവിന്ദ, പക്ഷെ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഭ്രാന്തനായി പോകും. അതിനൊന്നും അമ്മ ഇടവരുത്തൂല. ഏതായാലും വേകുന്നത് വരെ നിന്നു, ഇനി ആറുന്നത് വരെ നിന്നൂടെ. ഇന്നേക്ക് 2ാം പക്ക ഉത്സവമാ. അന്ന് ദേവി ദർശനം ലഭിച്ചാൽ എന്ത് കാര്യം സാധിക്കുന്നല്ലേ അമ്മ പറഞ്ഞത്. 4 മണിക്ക് ഞാൻ വിളിക്കും. എനിക്ക് ആകെ ഭയം തോന്നുന്നു. എന്താ? ഇങ്ങനെ 2 മുഖങ്ങളുമായി എത്ര നാളെ വഞ്ചന തുടരാനാവും? ശാന്തമ്മേ, നീ 1000ങ്ങളുടെ ദൈവമാണ്. എന്റെ കാല് കഴിയ വെള്ളം പോലും ഇന്ന് പുണ്യതീർത്ഥമാണ്. ആ വെള്ളം കുടിക്കാൻ വിദേശികൾ പോലും ക്യൂ നിൽക്കുന്നു. അക്കാര്യം നീ മറക്കരുത്. ഇനി ഇത് തുടരാൻ എനിക്ക് വയ്യ. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കൊതിച്ചാണ് നിങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ചത്. അല്ലാതെ കപട സന്യാസിനായി കാട്ടിൽ കിടന്ന് മരിക്കാനല്ല. അതിനിപ്പോ നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ട്? വസ്ത്രമില്ലേ? പണമില്ലേ? ആഹാരമില്ലേ? ഇതൊന്നുമല്ല ഒരു സ്ത്രീക്ക് വേണ്ടത്. എനിക്ക് ദൈവമാവേണ്ട, എനിക്കൊരു ജീവിതം തരൂ. കോടിക്കണക്കിന് രൂപയുടെ ഹാഷിഷ് കടത്തുന്ന ഏജന്റാണ് നീ. വിദേശത്തേക്ക് കടത്തിയേക്കുന്നതിന്റെ പ്രസാദമുണ്ടല്ലോ, അത് സെൻട്രൽ എക്സൈസുകാർ പരിശോധിച്ചാൽ കിട്ടുന്നത് ഹാഷിഷാണ്. ആ നിമിഷം നീ അകത്താകും. നാട്ടുകാരുടെ മുമ്പിൽ ദൈവമാക്കി നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു. ഇനി അത് നടപ്പില്ല. എടി ശാന്തിമയി, നിന്നെ ശാന്തിമയാക്കാൻ എനിക്ക് അറിയാമെങ്കിൽ നിന്നെ പഴയ ശാന്തമയാക്കാനും എനിക്കറിയാം. അതിന് ജീവിതകാലം മുഴുവൻ ഞാൻ ശിക്ഷ അനുഭവിക്കണോ? ആരോരും ഇല്ലാത്ത ഞാൻ
നിങ്ങളെ വിശ്വസിച്ച് വന്നത് തെറ്റായി പോയോ? ഇപ്പോൾ തെറ്റും ശരിയും വേർതിരിക്കാൻ തീരെ സമയമില്ല. ദാണ്ടതിന്റെ ഭക്തജനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ദേവി ആ ദിവ്യവസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞ് അങ്ങോട്ട് ചെന്നാട്ടെ. அண்ணா நீங்க ஆட்டம் தொடங்குறதுக்கு முன்ன கட்டாயம் வந்துடணும். அந்த பட்டாளத்துவார சார் தந்த இந்த சட்டையை மாட்டி அழகா ஒரு வேட்டியை கட்டிட்டு வாங்கண்ணா. ஓ, வேட்டியாவது அழகாது. என்ன போட்டாலும் இந்த கருப்பையும் தான். ஆனா ஒண்ணு, இந்த பட்டாள சட்டை போட்டு கிடைக்கிற தெம்பு இருக்கு, அது ஒண்ணு வேற. அதனால கிழியற வரைக்கும் நான் மாத்தவே மாட்டேன். போங்கண்ணா. எதா இருந்தாலும் இன்னைக்கு நீங்க தேவியை பார்த்து தான் ஆகணும். இன்னைக்கு தேவி சொல்றதெல்லாம் கண்டிப்பா நடக்கும். வரேம்மா.